ഹായ്, ഞാൻ സജില. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫയർ ക്രാക്കേഴ്സ് പ്ലാന്റിൻ്റെ കെയറിങ്ങിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ എന്നും നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഈ പ്ലാന്റിന് പല പേരുകളും ഉണ്ട് കേട്ടോ. ഫയർ ക്രാക്കേഴ്സ് പ്ലാന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. പടക്കച്ചെടിയെന്നും കോറൽ പ്ലാന്റ് എന്നും റൊസീലിയ പ്ലാന്റ് എന്നൊക്കെ ഇതിന് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു പ്ലാന്റ് നമ്മൾ വീട്ടിൽ ഇതിപ്പോൾ ഒരു ചാമ്പക്കയുടെ മരത്തിൻ്റെ മുകളിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് നല്ലൊരു സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് ഇതിൻ്റെ മുകളിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതൊരു ആർച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പ്ലാന്റ് പടർത്തി വിട്ടതാണ്. അപ്പോൾ ഈ ആർച്ച് നമ്മളിവിടെ വീട്ടിലുണ്ടാക്കിയതാണ്. ഈ ആർച്ച് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല റെഡ് കളറും ഏകദേശം 1 ഇഞ്ച് നീളത്തിലുള്ള പൂക്കളാണ് ഇതിന്. അപ്പോൾ ഈ ചെടി നമ്മൾ നടുമ്പം ശ്രദ്ധിക്കേണ്ടത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം ഈ ചെടി നടാൻ. അപ്പോൾ ഇതിൽ നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ എല്ലാ കാലത്തും നിറയെ പൂക്കളുണ്ടാവും. നല്ല മഴക്കാലത്തൊഴികെ എപ്പോഴും ഇതിൽ പൂക്കളുണ്ടാവും. അപ്പോൾ ഇത് 2 വെറൈറ്റിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഡാർക്ക് റെഡും പിന്നെ ഒരു ക്രീം കളറും. അതിൽ ക്രീം കളറിൻ്റെ ചെറിയൊരു കമ്പ് എനിക്ക് കിട്ടിയിട്ട് ഇപ്പോൾ അത് ചെടി വളർന്നു വരുന്നുള്ളൂ. അതിൽ പൂവൊന്നും ആയിട്ടില്ല. ഈ ചെടിക്ക് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് ഈ ചെടി ചട്ടിയിലോ നിലത്തോ പിന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് നടാവുന്നതാണ്. ചട്ടിയിലാണ് നമ്മൾ ഇത് നടുന്നതെങ്കിൽ പോട്ടി മിക്സ് നന്നായിട്ട് ചാണകപ്പൊടിയും ചകിരിച്ചോറും പിന്നെ മണലും കൂടെ ചേർത്തിട്ടുള്ള പോട്ടിംഗ് മിക്സ് എടുത്താൽ മതി. നമ്മൾ നിലത്താണെങ്കിൽ കാര്യമായിട്ടുള്ള വളപ്രയോഗമൊന്നും ആവശ്യമില്ല. നന്നായിട്ട് നനച്ചു കൊടുത്താൽ മതി നമ്മൾ. ഈ പൂവ് നിറയെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കെയറിങ് ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൽ നിറയെ ഒരു മല്ലി പോലെയുള്ള വിത്തുകൾ ഉണ്ടാവും കേട്ടോ. ആ വിത്ത് താഴെ വീണ് കഴിഞ്ഞാൽ തൈ ഉണ്ടാവും ഇതിൻ്റെ. പിന്നെ അതേപോലെ തന്നെ ഇതിങ്ങനെ ഹാങ് ചെയ്യുന്നത് ഇതിൻ്റെ ഏത് ഭാഗമാണോ നിലത്ത് ടച്ച് ചെയ്യുന്നത് അവിടെ വേര് വന്നിട്ട് പുതിയൊരു പ്ലാന്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ചെറിയൊരു കട്ടിങ് ഉണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ ഹാങ്ങിങ് ആയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാനൊരു പോട്ടിൽ ഒരു PVC പൈപ്പിൻ്റെ മുകളിൽ ഒരു പോട്ടിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് താഴേക്ക് ഹാങ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇതിൽ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ മല്ലി പോലുള്ള വിത്ത്. ഈ വിത്ത് നന്നായി ഉണങ്ങി കഴിഞ്ഞാൽ താഴെ വീണിട്ട് അവിടെ നമ്മൾ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ തൈകൾ മുളച്ചു വരും. പിന്നെ ഈ ഹാങ് ചെയ്ത ഭാഗം കണ്ടില്ലേ, താഴെ നിലത്ത് ടച്ച് ചെയ്യുന്ന ഭാഗത്ത് ഇതിന് നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയും പുതിയ പ്ലാന്റ് ഉണ്ടാവും. ഇതൊക്കെ ഇതിലെ വിത്തുകളാണ് കേട്ടോ. ഇത് താഴെ ടച്ച് ചെയ്ത ഭാഗത്ത് റൂട്ട് വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ തൈകളാണ്. ഇങ്ങനെയുള്ള തൈകൾ നമുക്ക് ചെറിയ പോട്ടിലേക്ക് മാറ്റി നടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ എന്തായാലും ഉണ്ടായിരിക്കേണ്ട നല്ലൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. എന്നും നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു പ്ലാന്റാണ്.
ഇത് നോക്കൂ, ഇതിൻ്റെ ഈ നല്ല കൊലകൊലയായിട്ട് ഇതിൻ്റെ പൂവ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ കമ്പുകൾ കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാം. അപ്പോൾ ഏത് ഭാഗത്തുനിന്ന് കട്ട് ചെയ്താലും മതി. ഇത് ഏത് ഭാഗമാണോ നിലത്ത് ടച്ച് ചെയ്യുന്നത് ആ ഭാഗത്ത് ഇതിൽ വേര് വന്നിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ചെറിയൊരു കട്ടിങ് എടുക്കുക വേണ്ടു നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടി. അതപ്പോൾ ഞാൻ 2 കമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഗ്രഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പോട്ടി മിക്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ഈ ചെടി കിളിർത്ത് വരും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.